അശുദ്ധി ഉയർത്താൻ അസ്ലിയായി വേണ്ടത് വെള്ളമാണ് എന്ന് കിട്ടി. കാരണം അല്ലാഹ് തയമ്മുമിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞത് ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂന. ഫലം തജിദൂ മാഅൻ, വെള്ളം കിട്ടിയില്ലെങ്കിൽ ഫതയമ്മമു, നിങ്ങൾ തയമ്മം ചെയ്യുവീൻ. അപ്പൊ ഇതെന്താ മനസ്സിലാവുക? ശുദ്ധിയാക്കാൻ അടിസ്ഥാനമായി വേണ്ടത് വെള്ളമാണ്. വെള്ളം ഇല്ലെങ്കിൽ മാത്രമാണ് തയമ്മുമിലേക്ക് പോകാൻ പറഞ്ഞത്. അപ്പൊ വെള്ളം ഉണ്ടായിക്കൊണ്ട് തയമ്മം ചെയ്താലോ ഒരു ഉദുറുമില്ലാതെ പറ്റുകയില്ല. അപ്പൊ ശുദ്ധിയാക്കാൻ അസ്ലിയായി അല്ലാഹ് നിശ്ചയിച്ചത് വെള്ളമാണ് എന്ന് ആ ആയത്തിൽ തന്നെ മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ മറ്റേ ചർച്ച വന്നത്, തയമ്മം ചെയ്യുമ്പോൾ അവിടെ അശുദ്ധിയെ ഉയർത്തുകയാണോ അത് തൽക്കാലം ഒരു ഇബാഹത്ത് അനുവദനീയമാക്കി കൊടുക്കുകയാണോ ചെയ്യുക എന്ന ചർച്ച. തയമ്മം ചെയ്താൽ അശുദ്ധി ഉയരുമോ അതോ നിസ്കാരം അനുവദനീയമാവുകയാണോ എന്ന ചർച്ച ഫിഖിൽ വന്നത്. അതുകൊണ്ടാണ്, കാരണം അശുദ്ധിയെ ഉയർത്താൻ വെള്ളം കൊണ്ടേ പറ്റുകയുള്ളൂ, മറ്റൊന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞവർ തയമ്മം ചെയ്താൽ അശുദ്ധി വരുന്നില്ല, എന്നാൽ നിസ്കരിക്കാവുന്ന ഒരു അനുവാദം അവന് ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിൽ ഒരു തയമ്മം കൊണ്ട് ഒരു ഫർള് നിസ്കരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞത്. ഒരു തയമ്മം കൊണ്ട് ഒരു ഫർളേ പറ്റുള്ളൂ. അടുത്ത ഫർള് വരുമ്പോൾ അപ്പം നോക്കാം. കാരണം ഇവിടെ അശുദ്ധി നീങ്ങിയിട്ടില്ല. തൽക്കാലം ഓന് നിസ്കരിക്കാൻ ഒരു പെർമിഷൻ കിട്ടിയോ, നിസ്കരിച്ചു. ആ പെർമിഷൻ വെച്ച് എല്ലാ നിസ്കാരം പറ്റുമോ ചോദിച്ചാൽ അത് പറ്റൂല. അടുത്ത നിസ്കാരം വരുമ്പോൾ ഓന് ഇതേ സാഹചര്യം ഉണ്ടോ, അപ്പം വേറെ തയമ്മം ചെയ്തോട്ടെ. എന്നാൽ തയമ്മം കൊണ്ട് അശുദ്ധി ഉയരും എന്ന് പറഞ്ഞവരെ സംബന്ധിച്ചോ, ഒരു തയമ്മം കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം, ആ തയമ്മം മുറിയുന്നവരെ. വുളൂവിന്റെ സ്ഥാനത്താണ് തയമ്മം. അതുകൊണ്ട് വുളൂ ചെയ്താൽ എന്തൊക്കെ പറ്റുമോ അതൊക്കെ തയമ്മം ചെയ്താലും പറ്റും. തയമ്മം മുറിയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ അവസരം കഴിഞ്ഞു എന്നേ പറയേണ്ടതുള്ളൂ എന്നാണ് മറുവശം പറയുക. ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രം നബി തങ്ങൾ പറഞ്ഞു, ജുഇലത് ലിയൽ അർളു കുല്ലുഹാ മസ്ജിദൻ വതുഹൂറാ വജുഇലത് ലിയൽ അർളു, ഭൂമി എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു മസ്ജിദൻ വതുഹൂറാ, മസ്ജിദായും തുഹൂറായും ഭൂമി എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നാണ് ഈ ചർച്ചകൾ വന്നത്. അതായത് വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യാം, അതിന് ഖിലാഫില്ല. വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യാം എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. കാരണം ഖുർആനും ഹദീസും വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. ആ തയമ്മം കൊണ്ട് അശുദ്ധി ഇല്ലാതാകുമോ? ഇല്ലേ. ഷാഫി മദ്ഹബ് അനുസരിച്ച് അശുദ്ധി ഇല്ലാതാവുകയില്ല. ഹംബലി മദ്ഹബ് അനുസരിച്ച് അശുദ്ധി ഇല്ലാതാകും. വുളൂവിന്റെ സ്ഥാനത്താണ് തയമ്മം. അതാണ് ശരി എന്നാണ് വ്യാഖ്യാനത്തിൽ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറയുന്നത്. അതാണ് ശരി. കാരണം എന്തുകൊണ്ടത് ശരി? മറ്റത് പറയാൻ കാരണം എന്താണ്? വെള്ളമില്ലെങ്കിൽ തയമ്മം ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇപ്പൊ വെള്ളമുണ്ടെങ്കിലാണ് യഥാർത്ഥ ശുദ്ധീകരണം. മറ്റേ വെള്ളം ഇല്ലാത്തപ്പോൾ കൊടുത്ത സ്പെഷ്യൽ ഒരു ഇളവാണ്. അതുകൊണ്ട് അശുദ്ധി ഇല്ലാതാകുന്നില്ല. എന്നാൽ തയമ്മം ചെയ്താലും അശുദ്ധി ഇല്ലാതാകും, വുളൂവിന്റെ അതേ ഫലമുണ്ടാകും എന്ന് പറയുന്നവർ തെളിവായി പറഞ്ഞത്, ഒന്ന് തയമ്മുമിനെ പറ്റി അല്ലാഹ് പറഞ്ഞു. അതേ ആയത്തന്നെ സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത്, ഫലം തജിദൂ മാഅൻ, വെള്ളമില്ലെങ്കിൽ ഫതയമ്മമു, നിങ്ങൾ തയമ്മം ചെയ്യുവീൻ എന്ന് പറഞ്ഞ ആ ആയത്തിൽ തന്നെ ശേഷം അല്ലാഹ് പറഞ്ഞത് ശേഷം അല്ലാഹ് പറഞ്ഞതാണ്, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ, അല്ലാഹു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വലാകിൻ യുരീദു ലിയുതഹിറക്കും, അല്ലാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കുവാനാകുന്നു. അപ്പൊ തയമ്മം ചെയ്യുവീൻ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹ് എന്ത് പറഞ്ഞത്? നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ. അപ്പൊ അതിന്റെ വ്യക്തമായ ആശയം എന്താണ്? തയമ്മം ചെയ്താലും ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ അശുദ്ധി അതോടുകൂടി ഇല്ലാതാകും. മാത്രമല്ല നബി ഞങ്ങൾ പറഞ്ഞു, തയമ്മം പറഞ്ഞപ്പോൾ തന്നെ, ഭൂമി മുഴുവൻ എനിക്ക് മസ്ജിദാണ്, ഭൂമി മുഴുവൻ എനിക്ക് തുഹൂറുമാകുന്നു. ജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതുഹൂറാ, ഭൂമി എനിക്ക് മസ്ജിദാക്കി നിശ്ചയിക്കപ്പെട്ടു. ഈ ഉമ്മത്തിനുള്ള 5 ആനുകൂല്യം, അതിൽപ്പെട്ട ഒരു ആനുകൂല്യമാണ് ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാം. മുൻകാല ഉമ്മത്തുകൾക്ക് അവരെ പള്ളികളിൽ മാത്രമേ നിസ്കരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. ഇബാദത്തിന് വേണ്ടി പ്രത്യേകമായി സജ്ജമാക്കപ്പെട്ട സ്ഥലത്തല്ലാതെ നിസ്കാരമില്ല മുൻകാല ഉമ്മത്തുകൾക്ക്. നമുക്കല്ല തന്ന ഇളവാണ് ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാം. അവിടെ പാടത്തോ പറമ്പിലോ കല്ലിലോ മണ്ണിലോ എവിടെയാണെങ്കിലും അവൻ അവിടെ നിസ്കരിക്കാം. ശുദ്ധീകരിക്കാനും പറ്റിയതാക്കി അല്ലാഹ് നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ ഭൂമി മുഴുവൻ ശുദ്ധിയാക്കാൻ പറ്റിയതുമാണ്. അപ്പൊ അവിടെ തൊഹൂറ എന്നതിനെ ഉപയോഗിച്ചു. അപ്പൊ വെള്ളം മാത്രമല്ല,
അല്ലാത്തതും തുഹൂറിന് പറ്റും. എന്നാൽ അസ്ൽ ഏതാണ്? വെള്ളമാണ്. വെള്ളമില്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ട് ഉപയോഗിക്കാൻ തടസ്സമുണ്ടെങ്കിൽ മാത്രമാണ് മറ്റത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് അതിൽ നിന്ന് കിട്ടിയല്ലോ. എന്നാൽ അതേസമയം വെള്ളം കിട്ടിക്കഴിഞ്ഞാലോ സബബ് മാറി. ഇപ്പൊ വെള്ളമില്ലാത്തത് കൊണ്ടാണ് തൈമും ചെയ്ത് നിസ്കരിച്ചു. അടുത്ത നിസ്കാരത്തിന് മുമ്പ് അയാൾക്ക് വെള്ളം കിട്ടി. ഇനി ഈ തൈമം കൊണ്ട് അടുത്ത നിസ്കരിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. അപ്പൊ അയാൾ വീണ്ടും വുളൂ ചെയ്യണം. കാരണം എന്താണ്? എന്തുകൊണ്ടാണോ ഇത് ഉപയോഗിക്കാൻ പെർമിഷൻ കൊടുത്തത് ആ സാഹചര്യം ഇപ്പോൾ അവസാനിച്ചു. അതുകൊണ്ട് ആ സാഹചര്യം അവസാനിക്കുന്നതോടുകൂടി അയാളെ ഇളവും അവസാനിച്ചു. അപ്പം അയാൾ അസ്ലിലേക്ക് മടങ്ങിപ്പോകണം. എന്നാൽ അതിനർത്ഥം തയമ്മും ചെയ്താൽ അശുദ്ധി മാറുക ഇല്ല എന്നല്ല. എന്നാൽ ഷാഫി മദ്ഹബ് അനുസരിച്ചൊക്കെ തയമ്മും അശുദ്ധിയെ ഇല്ലാതാക്കുന്നില്ല, എന്നാൽ അമലിനെ അനുവദനീയമാക്കുന്നു, നിസ്കാരത്തെ അനുവദനീയമാക്കുന്നു എന്നേ ഉള്ളൂ.